Bangalore away, Gurpreet Chhetri had an attitude for that match. I have never seen the same attitude from you guys. ഞങ്ങള് ഒരു വീട്ടില് ചോറുണ്ടെങ്കിൽ അത് ഈ പൈസ കൊണ്ടാണ്. ഒരു പ്ലെയർ പോലും ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ച് കളിക്കില്ല. അവര് 100% തീർച്ചയായും കൊടുക്കും. ഞങ്ങളുടെ വാക്കാണ് അത്. പക്ഷെ ഫാൻസിനും തോന്നുന്ന രീതിയിൽ ഈ പ്രാവശ്യം കളിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഇത്ര നാളെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ ഇത്ര ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താണ് ഒരു ഫീൽ ചെയ്യുക? ഫാമിലിയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മളതിന് ഓടിപ്പോണാണോ മലയാളികള്? അല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇത്രയും വർഷം കഴിഞ്ഞ് ക്ലബിന്റെ ഒപ്പം നിൽക്കുന്നു. അതാണ് ക്വസ്റ്റ്യൻ. ആശാനെ മിസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആശാനെ ഇങ്ങനെ വിടാൻ കാരണം അറിയില്ല. I have the easiest question tonight. Will we see you on Sunday? It's going to be a bit hard for you because we're going to have an interactive session. We're going to put it out to the crowd. The fans out here, they can ask any question to you, what they want to know about you, and we're just passing it out to the fans. So they might be asking a question to anybody in specific or just random. So let's start. What's your name? And the parent? Altaf. Altafine aaroda chodikande? Rahul etta va. ചോദിക്ക് ബ്രോ. ചേട്ടാ ഈ വർഷത്തെ കപ്പടിക്കോ? അതിനിപ്പോ എങ്ങനെ ഉത്തരം പറയാ? കപ്പടിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇവിടെ 6 വർഷമായിട്ട് കാത്തിരിക്കണേ. നിങ്ങളെ പോലെ തന്നെ. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ 100% ഞങ്ങൾ കൊടുക്കും. കപ്പടിക്കും ഉറപ്പായിട്ടും. അതാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവർക്കും കട്ട സപ്പോർട്ട്. ഞങ്ങൾ എല്ലാവരും ആശാനെ മിസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആശാനെ ഇങ്ങനെ വിടാൻ കാരണം അറിയില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എൻ്റെ ടീം, എൻ്റെ ഫാൻസ് എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആശാൻ ഇല്ലാത്തത്. ഇനിയിപ്പോൾ ആശ എന്നാലും വരില്ല എന്നറിയാം. പക്ഷെ എന്നാലും ഞങ്ങളെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും. പക്ഷെ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മാറ്റം അത് അനിവാര്യമാണെന്ന് പറയില്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ ഇറ്റ്സ് അബൌട്ട് ഓരോരുത്തരുടെ ചോയ്സ് ആണ് അല്ലേ? അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സീസൺ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ആശാൻ. പക്ഷെ ഇപ്പോ ഇനി നമുക്ക് പുതിയൊരു ആശാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അത് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കണ്ടേ? വേണ്ടേ? ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. എന്റെ ചോദ്യം, കഴിഞ്ഞ 10 വർഷമായിട്ട് മിക്ക കളികളും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഹോം ആൻഡ് അവേ. ഓക്കെ, ഇപ്പം എല്ലാവരുടെയും ആഗ്രഹമാണ് കപ്പടിക്കണമെന്നുള്ളത്. അതിൽ ഒരു വ്യത്യാസവും എനിക്കുമില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം അതല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരി വൺ പ്ലേസ് ഫോർ വിന്നിങ് ദ മാച്ച്. അത് ടീം അങ്ങനെ കളിക്കുന്നുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഫാൻസിനും തോന്നുന്ന രീതിയിൽ ഈ പ്രാവശ്യം കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. Okay, and who's going to answer this? And we're pretty sure ഇപ്പൊ നേരത്തെ രാഹുൽ ഇതിനുള്ള ആൻസർ ഓൾറെഡി പറഞ്ഞു. But then Rahul, you want to explain it to them? ചേട്ടാ പറഞ്ഞ ക്വസ്റ്റ്യൻ സത്യം പറയാ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതിനൊത്ത് ഒരു ഉത്തരേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇതിപ്പോ എങ്ങനെയാ പറയണ്ടേ? നമുക്ക് പുറത്ത് നോക്കുമ്പോൾ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. ഞങ്ങൾ ആസ് എ പ്ലെയർ എവറി ഡേ വി ആർ സാക്രിഫൈസിങ്. ഈ ഗ്രൗണ്ടിൽ വന്ന് ഒരു കളിക്കുന്ന മാത്രമല്ല ഫുട്ബോൾ. പക്ഷെ അതിന് പുറകെ തീർച്ചയായും 100% ഉണ്ട്. ഒരിക്കലും ഈ ജേഴ്സി ഇട്ടുകൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ച ഒരു പ്ലെയർ പോലും കളിക്കില്ല ഒരിക്കലും. ഞങ്ങള് ഒരു വീട്ടില് ചോറുണ്ടെങ്കിൽ അത് ഈ പൈസ കൊണ്ടാണ്, ഈ ക്ലബ് കൊണ്ടാണ്. ഞങ്ങൾ അതിനെ തീർച്ചയായും റെസ്പെക്ട് ചെയ്യണു. ഈ ഒരു നിലയിലെത്തിയത് അതിനു വേണ്ടി തന്നെയാണ്. അപ്പൊ തീർച്ചയായും ഒരിക്കലും ഒരു പ്ലെയർ പോലും ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ച് കളിക്കില്ല. അവര് 100% തീർച്ചയായും കൊടുക്കും. ഞങ്ങളുടെ വാക്കാണ് അത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കേണ്ടത്. നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങൾക്കുണ്ട് വിഷമങ്ങളെല്ലാം. പക്ഷെ ഞങ്ങൾ അതൊക്കെ താരണം ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. My first question is to the head coach. So I have seen your videos from the previous clubs. So I've seen that you always play with transitions and counter-attack. So can we expect the same here in the Indian conditions? We can do both. We want to play fast and we can absolutely possess the ball as well. So we have to find the combination and the best way to find the winning concept so we can win many games for Kerala Blasters. Okay, thank you. My second question is, I will speak in Malayalam. So it's more difficult for me to speak in English. So ഞാൻ ബാംഗ്ലൂരിനെ കുറിച്ച് പറഞ്ഞ ഇതുവരെയുള്ള ബാംഗ്ലൂരിലെ എല്ലാ അവേ മാച്ചിലും ഞാൻ വന്നിട്ടുണ്ട്. എന്നെ അറിയുന്ന പ്ലേയേഴ്സിന് അറിയാം ബാംഗ്ലൂരിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ട കളി കാണാൻ വരുന്നത്. സോ എന്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ ബാംഗ്ലൂർ അവേലി
ഗുർപ്രീത് ഛേത്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഫോർ ദാറ്റ് മാച്ച്. I have never seen the same attitude from you guys. Okay, രാഹുൽ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക്, സ്വെറ്റ്, എവറിത്തിങ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആ മാച്ചിലേക്ക് വരുമ്പോ ആറ്റിറ്റ്യൂഡ് വൈസ് ഐ ആം നോട്ട് സീയിങ് ദ സെയിം ഫ്രം ഗുർപ്രീത്. ഞങ്ങൾ ട്രോൾ ചെയ്യും, ഞങ്ങൾ റേഷ്യൽ അബ്യൂസ് ചെയ്യാറുണ്ട്, ഛേത്രി ട്രോൾ ചെയ്യാറുണ്ട്. സോ ദിസ് ടൈം ഈ തവണ ഞാൻ എന്റെ ഹെൽത്ത് കണ്ടീഷൻ പോയി നോക്കാതെ ഞാൻ ബാംഗ്ലൂർ വരുന്നുണ്ട്. ഐ വാണ്ട് ദാറ്റ് വിൻ. ജസ്റ്റ് എ റിക്വസ്റ്റ്. Any match, I don't know. I don't care any match. Only Bangalore away. That's a special request. You know, that's not a fact. I mean, the fact is we want victory for all the match. Alle? അതങ്ങനെയാണ്. പക്ഷേ, you know, one thing that they asked us, what he told us, they want a win for the Bangalore away match because they want to see that same attitude from you guys which supports their love and passion to football. That's what they want. And I think that's going to be there, right? Yes? So can we give a thumbs up to them? Show a thumbs up to them, yeah, it's going to be there. That's it, yes. And the next question there, yes. Hi, actually I had 2 questions. Hello, actually I had 2 questions to you. First question is, what's your opinion about these great fans? Who do you want to answer? Like who? ആരാണ് ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്? Jesus. Jesus. Hello everybody. Yes, it's amazing. Welcome to the team. So thank you for this work on. We together we win something for sure. Thank you so much. Here in Kerala, she asked about the fans, right? And they all greeted you. Maybe you can also greet them back in Malayalam. All what you have to say is Namaskaram. Okay. Together, eh? Namaskaram, Kochi. Namaskaram, Kochi. Yes, so you got the answer, right? ഇത്ര നാളെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ ഇത്ര ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോ എന്താണ് ഒരു ഫീൽ ചെയ്യുക? എന്റെ പേഴ്സണൽ ആണോ? ആ ബ്രോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മളതിന് ഓടിപ്പോണാണോ മലയാളികള്? അതല്ല അല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ക്ലബിന്റെ ഒപ്പം നിൽക്കുന്നതും. അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനല്ല ചോദിച്ചത്. ഐ മീൻ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ഫുട്ബോൾ ചെയ്ത് കളിച്ച് ഇത്ര ഇവിടെ ഈ ഒരു ഫീൽ ഇത്ര ഇതിൽ ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതാണ് ചോദിച്ചത്. ഫീലിംഗ് എന്താന്ന് വെച്ചാൽ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിലുള്ള സ്ട്രഗിൾസ് ഉണ്ട്, നല്ല പെർഫോമൻസ്, പൊട്ട പെർഫോമൻസ്. പക്ഷെ അതെല്ലാം താരതമ്യം ചെയ്ത് നമ്മളിവിടെ സാക്രിഫൈസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു ബുദ്ധിമുട്ടായുള്ള സംഭവമാണ്. കപ്പടിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്. താങ്ക് യു ബ്രോ. താങ്ക് യു. ഓക്കെ, ട്രൈ ആൻഡ് ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ ക്വസ്റ്റ്യൻ രണ്ടുപേരോടാണ്. ഒന്ന് നോഹനോടും ഒന്ന് കോച്ചിനോടും. ഈ സീസണിൽ നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന ഒരു കോംബോയാണ് നോഹ, ലൂണ, എസ്പെഷ്യലി ജീസസ്. ഇവരെ 3 പേരുടെയും കോംബോ. ഇതിനെക്കുറിച്ചുള്ള ഇവരുടെ അഭിപ്രായം അല്ലെങ്കിൽ കോച്ചിന്റെ ഒരു എക്സ്പെക്ടേഷൻ അറിയാൻ കൊള്ളുന്നുണ്ട്. So the question is to the coach, right? Coach also Noah. They want to know about this combo of you, Luna and Jesus. So that's what they want to know. How are you expecting it to go? All us 3 and also you guys. You guys are very important. It's not just us 3 as 3 players. Obviously the whole team, you know, they're doing well. And we need to be a team all together to achieve something great. And yeah, I'm very happy, and you know, it's an honor that you guys believe in me and believe in all the players. And all together we will win a trophy. So my question is, you had an expectation when you take over KBFC, you know, about Indian football and about KBFC. So now you have so many training sessions. You had a whole pre-season with the team. So how much of the expectation has the team met, or what are you expecting towards the season ahead? Obviously, we have a really high expectation. When we have fans like this, of course, the expectation is really high. We know that we are playing in a really competitive league with many other good teams. But of course, hopefully we are here to try to win every single game, and also to win some trophy. That's crystal clear. So we do our best every single day to lift the trophy for Kerala Blasters.
Yes, thank you. And any other questions? You have a question. Okay. Okay. I have the easiest question tonight. Will we see you on Sunday?